சாட்சி சொல்லுவாடா நாயே. വക്കീൽ സാർ വന്നാச்சு. ബിസിനസ്സിൽ പാർട്ട്ണറായ ശ്രീകുമാരനെ ജോൺസൺ പണത്തിന് വേണ്ടി കൊന്നു. IPC 302 മരണം വരെ തൂക്കുകയർ. கரெக்ட் சார். அது வந்து அப்படி ஆகட்டும். ஓடா ചേട്ടാ. സർ, സർ, നമ്മൾ ബാലൻ കമ്മട്ട് ഈ റിസോർട്ടിന്റെ മാനേജറാണ്. ഇത് താങ്ക്സ്. താങ്ക് യു. ഓഹോ, പുല്ല് എനിക്കാ. നോക്ക്. അത് മതി. ബട്ട് ദാറ്റ് പുട്ടിന്റെ വാട്ടർ മാറ്റി വെച്ചേക്കൂ. അതിന് വെച്ച വെള്ളം മാറ്റി വെച്ചേക്കാൻ. ഇതാ സർ. ഇങ്ങോട്ട് തന്നെ. കൗമുദി തന്നെ റൂമെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തു. കാമുകിയോ? കാമുകിയിലോ കൗമുദി. ഈ കുട്ടിയാണ്. പൊക്കോളൂ പൊക്കോളൂ. നല്ല കുട്ടികൾ. ഇപ്പോഴെന്റെ നെഞ്ചി പൊങ്കാലിട്ടേനല്ലോ. നിങ്ങൾ എന്താണ് വരാൻ വൈകാൻ കൊടുത്തത്? നമ്മൾ പോയി താക്കോലെടുത്ത് വരാൻ കൊടുക്കാം. എന്നാൽ വേഗം എടുക്കാൻ കൊടുക്കും. ഊച്ചയുടെ മോന്റെയും ഡെവിൾസ് എന്ന പേരും. കൗമുദി എന്നാണ് പേരല്ലേ? അതെ സർ. നല്ല പേര്. ഇവന്മാരിവിടെയും നമ്മുടെ കൈക്ക് പണി ഉണ്ടാക്കുമെന്നാ തോന്നുന്നത്. നീ അല്ലടാ പറഞ്ഞ ഇവിടെ വെടിയിറച്ചി കിട്ടുമെന്ന്. കിട്ടൂടാ. എന്തായാലും സെലിബ്രേഷൻ ഇനി അങ്ങോട്ട് പൊടി പൊടിക്കും. നേരം പോക്കിന് സാധനങ്ങൾ എത്തി സഞ്ജു. അളിയ എൻട്രി കറക്റ്റ് ആടാ. ഇമാർക്കാരടാ 2 പാക്കിന് എൻട്രി കൊടുത്തത്? ഹെൻറി മാത്രമല്ല, ടൈമിങ്ങും കറക്റ്റാ. 5 എണ്ണം ഉണ്ട്. അങ്ങോട്ട് നോക്കണ്ട, എല്ലാം ചെറ്റകളാ. അതിന് നിങ്ങൾക്കറിയോ? നമുക്ക് മൈ ഫോൺ നമ്പർ രണ്ടെണ്ണം കൂടെ. എന്നെ പോലെ കുറച്ച് ഡീസന്റ് ആവാൻ ശ്രമിക്കടേ. അളിയ ഒന്ന് മാറിക്കാൻ ഞാൻ കറിക്കട്ടെ. ഇത് ഞാൻ സർ, നിങ്ങൾക്ക് 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്ന് നീ ഇങ്ങോട്ട് വേണം. ആ കോട്ടേജിൽ ആരാ താമസിക്കുന്നത്? അങ്ങോട്ട് നോക്കില്ലേ സർ. ഒരമ്മാവും 2 ഗേൾസും മക്കളാ. വെരി ഡേഞ്ചറസ് പീപ്പിൾസ്. കൗമുദി നിങ്ങ തമിഴാ? അനാ മലയാളം അറിയാം. സ്വന്തം ഊര് കമ്പം. അപ്പൊ കമ്പമാണല്ലേ? കമ്പം അല്ലടാ, മത്താപ്പ്. വെരി ഡേഞ്ചറസ്. എന്നാ ഞാൻ പോട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോകും. എങ്ങോട്ട് പോണ്ട, ബലം പിടിക്കാതെ അകത്തോട്ട് പോ. കേറ് കേറ്. അളിയാ കഥ അടച്ചേരാ. ഓ ഓ ഓ. ദൈവം ചാടിപ്പോവും. അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബ്യൂട്ടിഫുൾ. ഇവനെന്താ ജെന്നി പിടിച്ചോ? ഹലോ, വൈ യു സ്ലീപ്പിംഗ് ഹിയർ? സോ വാട്ട്? എനിക്കടാ അങ്ങോട്ട്. 1 2 3. എന്താ നടയത്? ജട്ടി മാത്രമല്ല, ഞാൻ ഇതേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. അല്ലടാ, ഇനി അതോടെ തരാം. എന്റെ ഈശ്വരാ, അമ്മേ, ഓ ഓ എന്റെ അളിയാ, കൊണ്ടൊന്നില്ല, എടുത്തില്ലേ? നീയാടാ യഥാർത്ഥ സുഹൃത്ത്. ഒഴിക്കളിയാ. ആർക്ക്? ഞാൻ അടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നീ അടിച്ചാ മതി. ചുമ്മാ അല്ലടാ ലാലേട്ടൻ പറഞ്ഞത്. എച്ച് എന്നും നീ തന്നെ മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കരുത്. എടോ പട്ടിയുടെ മക്കളെ നിർത്തറ എന്ന് മധുസാറും പറഞ്ഞിട്ടുണ്ട്. എന്നത്? അയ്യോ, ഇനി വിജയ് അണ്ണൻ ഒന്നും പറയണ്ടേ. എന്താ ഭയം ഇരിക്കട്ടോ. എന്റെ കൗമുദി 7 സമയങ്ങളേതാ ഒഴിക്കളയാ. അടിച്ചടിച്ചൊരു വഴിയാ.
എല്ലാരും പറയാറുണ്ട് റെഗുലർലി യൂസ് മെഡിസിൻ. ഹായ്. അളിയ എനിക്കിഷ്ടപ്പെട്ടു. കേറി പോടാത്ത. നീയൊക്കെ എന്റെ മേടിക്കും. കമോൺ, വെൽക്കം. നമ്മൾ ബാലൻ കമ്മത്ത്, இந்த ரிசோர்ட்டுக்கு മാനേജർ ഇൻചാർജ്. താങ്ക് യു. ഐ ആം ഡാലിയ ഫ്രം ചെന്നൈ. ഈ റിസോർട്ട് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓ യാ സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. കൃഷ്ണമേനോൻ സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടി താനേ? യെസ്, ഐ തിങ്ക് ഐ മീൻ റൈറ്റ് ടൈം. മാഡം, യുവർ റൂം ഈസ് റെഡി. പ്ലീസ് കം വിത്ത് മീ. ഓക്കെ. എന്താ സാർ? இந்த ലഗേജ് എടുത്ത് അല്ല ഈ ലഗേജ് എടുത്ത് മാഡത്തിന്റെ റൂമിൽ വെക്കാൻ. പോയിക്കോളൂ. ഓക്കെ. മുഖാമുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സ് പറയുന്നു അവൾ സുന്ദരിയാണ്. അവളല്ല, അവിടെ 3 പേരുണ്ട്. അപ്പൊ നീ ആ കഴുകിയിട്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം കണ്ടല്ലേ? നീ അത് കണ്ട? കറക്റ്റ് ആളിയാ. 3 എണ്ണോ 3 അളവാ. അളിയാ അളിയ നോക്കണേ അങ്ങോട്ട്. അജ്മൽ പി പരമയച്ചി ഒന്ന് വൃത്തിയായിട്ടൊക്കെ നടന്നുണ്ടേ. കഷ്ടപ്പെടാ. ഓഹോ, ഓസിനെ കുടിച്ചേണ്ട അഹങ്കാരമാണ് നിങ്ങൾ ഈ കണ്ടത്. താങ്ക് യു വെരി മച്ച്. വാട്ട് ഈസ് ദിസ്? അതിനെ വെറുതെ വിടറ, അതിനെ ഉണക്കായിട്ടേക്കാടാ. ബീരങ്കിയും കൊണ്ട് വെടിവെക്കാൻ പോടാ നീ. ഇതിൽ മൊത്തം ഓട്ടയാണല്ലോടേ. ഇവരിട്ടിട്ടുണ്ടോ? ആഹാ, കാമുക, നിരാശ കാമുക, അവശ്യ കാമുകൻ. ഹലോ. ആഹാ, ഊഞ്ഞാലാടുന്ന കാലുകൾ. ലൈല ഇല്ലെങ്കിൽ മജ്നു ഇല്ല, മജ്നു ഇല്ലെങ്കിൽ ലൈലയില്ല. എന്നേലും പതിഞ്ഞോ? ആഹാ, വാട്ട് എ ഹാൻസം മാൻ. എന്തിരിച്ചുള്ളനാ. നിന്റെ ഈ സാമാനം ഞാൻ തറ എറിഞ്ഞ് പൊട്ടിക്കും. ഡോണ്ടു മൊബൈൽ ക്യാമറ കൊണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നടാ തെണ്ടി. എന്നത് அப்படிலாம் சொல்லக்கூடாதுமா. ഇത് പാഷൻ. കൊറേ വിജയുടെ സിനിമകളും കണ്ടിട്ട് ഇതുപോലെ ഒരെണ്ണം കൈക്കൊണ്ട് നടന്നാലേ സിനിമാക്കാരനാവില്ലടനി. അതിനിത്തിരി ഭാഗ്യം കൂടി വേണം. എനിക്ക് അവളെ കാണണം, കാണാൻ കൊതിയാവുന്നടാ. പ്രണയം ഇത്രയ്ക്ക് മനോഹരമാണോ? എന്റെ കണ്ണുകളിലൂടെ എനിക്കത് കാണുവാൻ കഴിയും. ഹലോ, എന്താണ് ഇഷ്ട? പ്രഥമ ദൃഷ്ടിയിൽ പ്രണയമോ? അതും പൂർണ്ണമായും കാണാതെ. ആ, ഞാൻ കാണുന്നുണ്ട് എന്റെ കണ്ണുകളിലൂടെ അവളെ. എവിടെ? എന്റെ മനസ്സിൽ.
ചിന്തയിൽ ഓ ആ അതിന് വിഷ്വൽ ലോജിക് ഉണ്ട്. ആരാന്ന് പോയി നോക്കടേ. നേരെ എത്ര ആയില്ലേ? ആരെയും പുറത്തോട്ട് കാണാത്തോണ്ട് വിളിച്ചാവും. നമ്മള് മൂന്നാണുങ്ങളല്ലേ, അവര് വേറെന്തെങ്കിലും വിചാരിച്ചു കാണും. പ്രത്യേകിച്ച് നിന്നെ പോലെ ഒരുത്തും കൂടെ ഉള്ളപ്പോ. എന്റെ കൗമുദി അരിക്കണേ. പോടത്തേണ്ടി. ആരാ? ഞാൻ വിഘ്നേശ്വരൻ, റൂം സർവീസ് കം കുക്ക്. ഓ, ഇവിടെ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? അപ്പൊ ഉച്ചക്കോ? അതൊക്കെ റെസ്റ്റോറന്റാണ് സാർ. എനിക്ക് വെടിയിറച്ചി വേണം. അയ്യോ അതൊന്നും ഇവിടെ കിട്ടില്ല സാർ. ഇപ്പൊ ഇവിടെ ഉള്ളത് മതി സാർ. അത് അങ്ങനെയല്ല സാർ, നിങ്ങൾ എന്ത് വേണോന്ന് പറയുന്നോ അത് ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുതരും. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, മീൽസ്, കുബൂസ്, തന്തൂരി ഫിഷ്, വെടി ഫ്രൈ. ശവായ ഉണ്ടോ? എന്നാ അത് മതി. കേറി വാലടിച്ചിട്ട് പോണവേ. എന്റെ വിനായക, ഇതൊക്കെയാണ് ആ സെലിബ്രേഷൻ. തിന്നുക, കുടിക്കുക, പെടുക്കുക, കിടക്കുക. ഇവന്മാരുടെ ഒരു കാര്യം, കാലം പോയൊരു പോക്ക്. ന്യൂ ജനറേഷൻ ആണ് പോലും. എന്താ പറയുക, ഒരുമാതിരി കോപ്പിലത്തെ പണിയായിപ്പോയി. നീയൊക്കെ എടാ, നീയല്ലടാ പറഞ്ഞ ഇവിടെ വന്ന വെടിയിറച്ചി വാങ്ങിത്തരാമെന്ന്. ഞാനല്ല, ലോ ലവൻ. ഞാനോ? അപ്പൊ ഇത് വാങ്ങി വെറുതെ പോയല്ലോ. നിനക്കൊക്കെ ഇതിന്റെ ശാപം കിട്ടൂടാ. സ്റ്റെപ്പിലല്ലേ? ഹലോ സർ, എന്താ വേണ്ടത്? 4 സെറ്റ് ചപ്പാത്തി, ചിക്കൻ ചില്ലി. എല്ലാവർക്കും അത് തന്നെ പോരെ? ഓക്കേ. എനിക്കത് പോരെ? എനിക്കിത് ഓക്കേ, താങ്ക് യു സർ. എത്തിക്കണേ. എവിടെ പോയാലും കാണുമല്ലോ. ഇവന്മാരെ വിട്. നോക്ക്. ഞാൻ ഹലോ പറഞ്ഞു വരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സർ, മീൽസ് റെഡിയാണ്. എടുത്തോളൂന്നേ. എന്താ വെറുതെ അത് ശരിയാവത്തില്ലടാ. മീൽസ് 4 സെറ്റ് ചപ്പാത്തി ഉടൻ വേണം. ചപ്പാത്തി വൈകും, ചൂടാക്കണം. നന്നായി. 3-4 ഗ്രൂപ്പേ എത്തിയിട്ടുള്ളൂ. 2-3 ഫാമിലീസും എത്താനുണ്ട്. ഇവിടെ കളിച്ചിരിച്ച് നിന്നോ. പിന്നെ 8 പെറ്റപ്പം ഞാൻ പാടുപെട്ടില്ല. പിന്നെയാണ് 4-3-7 ചപ്പാത്തി. ചപ്പാത്തിയെ പ്രസവിക്കൊന്നും വേണ്ടല്ലോ. അപ്പാ തങ്കം, നിന്നെയൊക്കെ സമ്മതിക്കണം. എന്താ സാറേ? 8 പേരെയൊക്കെ പ്രസവിക്കുമെന്നൊക്കെ പറഞ്ഞ അതിന് ഇവിടെയല്ല സമ്മതിക്കേണ്ടത്, ഇവളുടെ ഭർത്താവിനെയാണ്. അതെന്താണ്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അപ്പാ? ഗസ്റ്റുകളോട് കുറച്ച് അടക്കം പാലിക്കണമെന്ന്. അപ്പ ഞാൻ മിണ്ടരുത്. എന്താണ് കൗമുദി പ്രശ്നം? എന്താണെങ്കിലും പറയൂ, നമ്മൾക്ക് പരിഹാരം ഉണ്ടാക്കാം. താൻ എന്ത് കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന? ഇവക്ക് 4 വയസ്സുള്ളപ്പോ ഇതുപോലൊരു വെക്കേഷന് ഈ റിസോർട്ടിൽ വന്ന ഒരു തമിഴിന്റെ കൂടെ ഇവളുടെ അമ്മ ഒളിച്ചോടി പോയി. അതിന് താൻ പരിഹാരം ഉണ്ടാക്കൂ? അത് കഴിഞ്ഞിട്ട് ഓരോ സീസൺ ആകുമ്പോഴും എന്റെ നെറ്റിൽ തീയാ. അപ്പം പേടിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പോവില്ല. അതെ വിഘ്നേശ്വരൻ, വാ. കൗമുദി നമ്മളുടെ കുട്ടിയല്ലേ, നമുക്കറിയാമല്ലോ അവളെ. അവളങ്ങനെ പോകില്ല. ചപ്പാത്തി റെഡി. അവിയൽ, തോരൻ, കിച്ചടി. ഇതിലേതാ ഉണ്ടാക്കേണ്ടേ? ആദ്യം നിങ്ങൾ കുറെ കറികൾ ഉണ്ടാക്കാൻ കൊടുക്കും, നമ്മൾ അതിനെ പേരിടാൻ കൊടുത്തോളാം. പിന്നെ വല്ലോരെയും പറമ്പിലെ പുല്ല് കണ്ടേ പശുവിനെ വളർത്തിയാലേ ഇറച്ചിക്ക് പോലും ഉണ്ടാവൂല. ചാണകം കിട്ടുമല്ലോ, അത് നീ തിന്നോടാ. ഓടാ പശുമോറ. ബീഹാറിൽ പോയിരുന്നെങ്കിൽ നിന്നെ ആരെങ്കിലും കറി വെച്ച് തിന്നും, അയാൾ ജനം തല്ലിക്കൊല്ലും. ഹലോ, പ്ലീസ് ടെൽ മീ.
വെയിറ്റ് 1 മിനിറ്റ്. ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോണു? അവൻ അവളോട് പറയാ പോയതാ. Yeah, I came. How many times I called you? நான் காலையில வந்துட்டாரு. Okay, I'll call you. ദേ പോണു മണത്ത് പിന്നാലെ. ആഴ് ജമ്മം തന്നെ. യെസ്, ഡാലി നിൽസല്ലേ മാഡം? അതെ. നിന്റെ പാത്രത്തിലുണ്ടല്ലോ. നാറ്റിക്കലടാ. മാറടാ. എടാ തെണ്ടി, ഇതാണല്ലേ മീൽസ് വേണ്ട ഇപ്പൊ വരാന്ന് പറഞ്ഞ്. ഞാൻ രാത്രി എന്തോന്ന് അടിക്കും. എന്തു പറ്റിയടാ? ഒന്നുമില്ല. ഞാനും ഇവനും കൂടെ ഇവിടെ ആകെ ഒന്ന് കറങ്ങി. വെറുതെ റൂമിലിരിക്കണ്ടല്ലോ എന്ന് കരുതി. എന്ത് ഭംഗിയാടാ ഇവിടെ. പിന്നെ നീ ആ ഡാലി പോയപ്പോ പുറകെ പോയതാണല്ലോ. പിന്നെ നിന്നെ കണ്ടതുമില്ല. വല്ല വെടിയറിച്ച് അന്വേഷിച്ച് പോയതാണോ? വെടിയല്ല അളിയാ, വളി. മലദേവങ്ങളെ കോപിച്ചാന്നാ തോന്നുന്നത്. അതുകൊണ്ടാ ഇങ്ങോട്ട് ഓടിക്കേറി വന്നെ. നിനക്കത് വേണം. കഷ്ടം. മീൽസിന് മുമ്പ് അതിങ്ങോട്ട് എല്ലാ പെമ്പിള്ളേരും നോക്കി വെള്ളം ഇറക്കിയതല്ലേ, വയറ് കേടായതായിരിക്കും. എന്താ നോക്കണേ? ഇന്നിനി ഒന്നിനുമില്ല. 2 എണ്ണം അടിക്കണം, കുളിക്കണം, പിന്നെ ഉറങ്ങണം. നീ ഇപ്പൊ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയ കുളിക്കണം. അയ്യോ, അവൻ മാത്രമല്ല, നിന്റെ ശീലങ്ങളും മാറിയല്ലോ. അതിലാ സന്തോഷം. അയ്യോ, കറണ്ട് പോയി. ചേട്ടാ, ആ സോളാർ ലൈറ്റ് ഒന്ന് കത്തിച്ചേ. അനുസരണ ഉണ്ട്. അമ്മേ. പടാ പടാ, ഇത് എനിക്കുള്ളത് മാത്രമേ ഉള്ളൂ. നിനക്കോ? എന്റെ കരളേ. അയ്യോ അയ്യോ. ഓക്കെ സാർ, അറിയിക്കാം സാർ. ക്യാഷിന്റെ കാര്യം സാർ പറയുന്ന പോലെ. ആ, ഓക്കെ 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 സാർ. ആരായിരുന്നു ഫോൺ? ആ മാനേജരാ. പ്രോഗ്രാമിന്റെ കാര്യം ചോദിച്ചു. 7 ദിവസം അടിച്ചു പൊളിക്കാൻ എൻട്രി പാസും തന്നിട്ട് ഇയാളെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ആ ബിയർ എടുക്കാൻ പോയ ലിൻഡോ എന്തിയടാ? ഇനി അവന്മാരുടെ കയ്യിലെങ്ങനെ അവൻ പോയി പെട്ടോ? പിന്നെ തീക്കട്ടയിൽ ഉറുമ്പരിക്കാനാ? മനുഷ്യനവനെ കെടുത്ത
നോക്കി നടയടേ. എവനെന്തോന്നടേ പേയാ? അയ്യേ നാറി നശിപ്പിച്ച്. എന്താടാ? കുന്തം. ആയിക്കോട്ടെ. ഡേയ് നീ വല്ല പുല്ലും പറിച്ച് വലിച്ചാ? എനിക്ക് അവളെ കാണാടാ. ആരെ കാണാമെന്ന്? തണുത്ത പുൽമത്തെ എന്തോടാ? കൈവിട്ട് പോയി. എന്തോടാ പറ്റിയ? പാവം തീർത്തല്ലേ. വീട് വരെ എങ്ങനെ എത്തിക്കുവോ? ആരാ മോളെ ഇത്? പോയി. ആരാ മനസ്സിലായില്ല. ഞാൻ സഞ്ജയ്. ആ കോട്ടേജിലാ. അതിന്? അല്ല, തൊട്ടടുത്ത കോട്ടേജിലല്ലേ, ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. ആന്റി കോട്ടയത്തല്ലേ? ഞാനും കോട്ടയത്താ. കോട്ടയത്ത് എവിടാ? അത് പിന്നെ പാമ്പാടി. ഇരിക്ക്. താങ്ക്സ് ആന്റി. നോ താങ്ക്സ്. ഓക്കെ. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഇപ്പൊ 1.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഇത് മൂത്ത മകൾ സാന്ദ്ര. ദാ കുടിക്ക്. താങ്ക്സ് ആന്റി. അല്ല അങ്കിൾ? പപ്പ എയർഫോഴ്സിലായിരുന്നു. സർവീസിലായിരിക്കുമ്പോ തന്നെ. അയ്യോ, ഐ ആം സോറി, റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. അതിനുശേഷം നാട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു FM ലക്കി കോൺടെസ്റ്റിൽ ഈ ട്രിപ്പിനുള്ള അവസരം കിട്ടുന്നത്. മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഒന്ന് ചേഞ്ച് ആവുമല്ലോ എന്ന് കരുതി. ആഹാ, എന്നിട്ടാണ് ഔട്ടിങ്ങിനൊന്നും പോവാതെ കോട്ടേജിൽ മുറി അടച്ചിരിക്കുന്നത്? അമ്മ പക്ഷെ ഔട്ടിങ്ങിനൊന്നും. അതിനെന്താ ആന്റി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇന്ന് ആഫ്റ്റർനൂൺ ഔട്ടിങ്ങിന് പോകുന്നുണ്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. സാന്ദ്ര വരുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത നിങ്ങൾക്കൊപ്പം. സഞ്ജയ് കോട്ടയത്ത് എവിടെന്നാ പറഞ്ഞേ? പാടാമ്പി. പാമ്പാടി. പാമ്പാടിയിൽ എവിടെയാ? പാമ്പാടി ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് തിരിഞ്ഞ് വടക്ക്. വടക്കോ? റബ്ബർ പ്ലാന്റേഷനിൽ നിന്ന് കിഴക്ക്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ വീടിന്റെ പടിഞ്ഞാറാ. ചൂട് ചായ. എന്താടാ പരിപാടി? ഇനി ഒരു സോങ് ആണ് ബെസ്റ്റ്. ശരിയാ, പക്ഷേ ഈ സോങ്ങിൽ ഞാനും അവളും മാത്രം മതി. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഡാൻസസ് ഉണ്ട്. അതൊക്കെ ക്ലൈമാക്സിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നല്ലൊരു ഐറ്റം ഡാൻസ് ആയാലോ? ഐറ്റം ഡാൻസ് കളിക്കുന്ന എന്തിനാ? വല്ല റൂമിലും കയറി കഥ അടച്ച പോരല്ലയാ. ഈ പ്രകൃതി എത്ര സുന്ദരിയാണ്, മുല്ലപ്പൂ പോലെ. മഞ്ഞുതുള്ളികൾ ഈ അന്തരീക്ഷത്തിൽ വീഴുമ്പോൾ ഞാനും അവളും മാത്രം. ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസസ് വേണമെങ്കിൽ ഡയറക്ടർ തീരുമാനിക്കട്ടെ. ആ രാത്രി മാഞ്ഞു പോയി ആ നിശാഗന്ധിതൻ. വണ്ടിയിൽ വല്ല പിള്ളേരുണ്ടോ? എന്തോ വണ്ടി നിർത്തി ചോദിച്ചാലാടാ. വല്ലതും പറ്റിയാടേ? ആടാ നോക്കാം. പണിയായോടെ? പണി പാമ്പായിട്ടും പട്ടിയായിട്ടും മഞ്ഞായിട്ടും വരും. ഡേയ് അവന്മാര് രാത്രി ഉറക്കമില്ലേ? ബാറ്ററി കള്ളന്മാര്. മോഷണം തന്നെടേ. മോഷണം എന്റെ അച്ഛന്റെ ജോലി. ബാക്കി വെച്ചേക്കണേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാനില്ല ഡെനി. ഇയാളെ നീക്കിയിരുത്ത്. നീ പോയി നമ്മുടെ വണ്ടി എന്നിട്ട് നേരെ റിസോർട്ടിലേക്ക്. അല്ലാതെ എടാ, ഡെവിൾസ് നമ്മളെ കണ്ടു കഴിഞ്ഞു. ശരിയാണ്. ഇനി ഇവിടെ കിടന്ന് ഇയാളെ ചെത്ത നമ്മളെ പ്രതിയോ? വാ, ഇയാളെ നീക്കി സെലിബ്രേഷൻ തന്നെ. പണത്തോണ്ടിരിക്കാതെ അങ്ങോട്ട് നീക്കിയിരുത്ര അയാളെ. കണ്ടാ തറവാട്ടി പറഞ്ഞ പോലെ ഫിനിഷാണ്. അതിന്റെ ഇടയ്ക്ക് നീ അത് തപ്പിയ. അടിച്ച് ഫിറ്റ് ആണെങ്കിൽ എന്ത്? സ്റ്റിയറിംഗ് ഇന്ന് പിടിവിട്ടിട്ടില്ല. അയാൾ ഇപ്പോഴും വണ്ടി ഓട്ടിച്ചോണ്ടിരിക്കടാ. എല്ലാരും ഉറങ്ങുന്ന തോന്നാ. പെട്ടെന്ന് ഇറക്കടാ. എന്റെ അമ്മോ, നല്ല വെയിറ്റ് ഉള്ള ആളാ. പിടിച്ചോ. പൊട്ടിക്കില്ലേ? ഇയാൾക്ക് ഉറക്കമില്ലേ?
അല്ല ഇത് നിങ്ങളല്ലേ? അതെ ഇത് ഇത് സഞ്ജുവിന്റെ അമ്മാവനാ. നല്ല പൂസായി പോയി. തിരുമൽ ദേവ, ഇത് നമ്മുടെ കൃഷ്ണമേനോൻ സാറല്ലേ? സഞ്ജുവിന്റെ അമ്മാവനാണോ കൃഷ്ണമേനോൻ സാറ്? അതെ അതെ. അത് ശരി, കൊച്ചു കള്ള. അപ്പൊ അമ്മാവനും അനന്തരവനും എല്ലാരും കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ കൊടുത്തതാണല്ലേ? അത് ശരി. അപ്പോൾ ഈ കൃഷ്ണമേനോൻ സാറിനെ നിങ്ങൾ തന്നെ കോട്ടേജിലാക്കാൻ കൊടുക്കുമോ അതോ നമ്മൾ കോട്ടേജിലാക്കാൻ കൊടുക്കും? കോട്ട കഴിഞ്ഞടോ, അതല്ലേ ഇങ്ങനെയായത്. ഞാൻ പറയാൻ കൊടുത്തത് കൃഷ്ണമേനോൻ സാറിന്റെ കോട്ടേജ് പറഞ്ഞിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് അമ്മാവൻ അത് തന്നെയാ പറഞ്ഞിരുന്നേ. ബോധം പോകും വരെ പറഞ്ഞിരുന്നു. ബാലചേട്ടനെ കുറിച്ച് കുറെ പറഞ്ഞിരുന്നു. ആണോ? സാറിന് വലിയ കാര്യമാണോ? എന്നെ മാത്രമാണ് ഈ റിസോർട്ടിൽ ആകെ വിശ്വാസമുള്ളത്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. ഇന്നിപ്പം ഞങ്ങളുടെ കോട്ടേജ് കിടക്കും. ശരി. അളിയാ താഴെ വെള്ളത്തിൽ വീഴാൻ. ഹലോ, നിക്ക്. എടോ നെടുവരിയ തന്നോടാണ്. സാറടിച്ചതിന്റെ ബാക്കിയുണ്ടോ കുറച്ച് തരാൻ കൊടുക്കാൻ? കുറച്ച് ബാക്കിയുണ്ട്. ഇടയ്ക്ക് ബോധം വരുമ്പോ അമ്മാവൻ ചോദിച്ച ബാലൻ ചേട്ടൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞാ മതിയോ? വേണ്ട, പോകാൻ കൊടുത്തോളൂ. നല്ല മഞ്ഞുണ്ട്. സാറിന് ഇവിടുന്ന് പുറത്തേക്കാൻ കൊടുത്താലേ നിനക്കൊക്കെ സമാധാനമാകാൻ കൊടുക്കുള്ളൂ. പോയി കിടന്ന് ഉറങ്ങുവേ. ഇന്ന് മണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ വെള്ളത്തിൽ പോകാതെ പിടിച്ചോടാം. ബാലൻസ്. പോയ രാവിലെ ചൂണ്ടയ്ക്ക് പിടിക്കാം. ബാറൊക്കെ പൂട്ടിന്ന് മന്ത്രിമാര് പറയുന്നുമുണ്ട്. ഇവന്മാർക്ക് സാധനം കിട്ടുന്നുമുണ്ട്. തിരുമൽ ദേവാ, കൈ തിരുമ്മി കിടക്കാം. അവന്മാരെ കൊണ്ടുപോകുന്നു കണ്ട. പെട്ടെന്ന് ആവട്ടെ. സ്ലോ മോഷൻ കളിച്ച് നടക്കണവൻ. ആരെങ്കിലും കണ്ടോ എന്തോ? സൂക്ഷിച്ച് പൊട്ടല്ലേ. ഇതിലിനി എന്തോന്ന് പൊട്ടാൻ? കാല് നേരെ വേടേ. അനിമലടിച്ചതിന്റെ ബാക്കിയാ. സ്വന്തം അമ്മാവനാ. ഒരിക്കോ ഇയാൾക്ക് ഇനി ബോധം വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? നടന്നെന്താണെന്ന് പറയാം. അത്ര തന്നെ. ഞാൻ വെള്ളം ഒഴിച്ചു കുടിയടാ. നാശം പിടിക്കാൻ ഇനി പണ്ടാരത്തിന് ബോധം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ബോധം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. 3 പേരും കുടുങ്ങും. അത് ഉറപ്പാ. എന്തായാലും നേരം വെളുക്കും വരെ കാക്ക. അയ്യോ പാവം കിടക്കുന്നുണ്ടല്ലോ എന്റെ അമ്മാവൻ. മതി. എന്താടാ? ആരടാ? ചിലരുടെ വരവ് ഇറ്റ്സ് നോട്ട് ഫോർ സെലിബ്രേഷൻ. മറ്റു പലതുമാണ് ഉദ്ദേശം. സംതിങ് റോങ്. ശരിയാടാ. നമ്മുടെ സെലിബ്രേഷൻ ചെയ്യാൻ അകത്ത് കിടക്കുന്നതിന്റെ കാര്യം ഓക്കെ ആയാൽ മതി. പാടാ. എടാ ലക്ഷ്യാടാ. അത് ശരിയാ. പെണ്ണ് ശല്യപ്പെടുത്താൻ വേണ്ടിട്ട് ആരാന്ന് വെച്ചാ നോക്കടാ. എടാ നോക്കടാ, പണി പാളിന്നാ തോന്നുന്നു. ഹീസ് മിസ്സിംഗ്. ഇല്ലേ? കട്ടിലടിയല്ലോ. നോക്കട്ടെ. ഇല്ലല്ലോ. നീ എന്തായാലും പോയി നോക്കി. ഓ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒത്തിരി വട്ടം വിളിച്ചു. ഇന്നലെ അല്പം ഓവറായി പോയല്ലേ? കോഫിയാണ് സാർ. മതി. അല്ല, ഇവര് 3 ആളും കൂടെ വന്നതിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും.
അല്ലെങ്കിൽ നാട്ടും പ്രത്യേക ലോഡ്ജ് മുറി എടുത്താ പോരെ. ആ എന്തെങ്കിലും കാണും. അങ്ങേരോട് ഉണ്ടായിരുന്ന കാര്യം വിഘ്നേശ്വരന് അറിയില്ലേ? ബാത്റൂമിൽ പോയി ചിന്തിക്കാം. സഞ്ജു ഇങ്ങോട്ട് വാടാ. വാ വേഗം. പുള്ളിക്കാരന്റെ ഫാമിലിയാണെന്ന് തോന്നുന്നു. ആയിരിക്കും ആയിരിക്കും. ഇയാളെങ്ങനെ അവിടെ എത്തി? അത് ഇനി അവരും ബന്ധുക്കളും വല്ലതും. അപ്പോ ജുഡീഷ്യൽ സർവീസിലായിരുന്നല്ലേ? അതെ അതെ, 30 വർഷം പബ്ലിക് പ്രോസിക്യൂട്ടറായി സേവനം ആരംഭിച്ചു. പിന്നെ ഒടുവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെ. പിന്നെ സ്വയം അങ്ങ് നിർത്തി. വോളണ്ടറി റിട്ടയർമെന്റ്. ഇപ്പൊ ഈ റിസോർട്ടും മറ്റു ബിസിനസ്സുമായിട്ട് അങ്ങനെ. അങ്കിളിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ടായിരുന്നു. വീതം വെക്കലിന് അധ്യായം അടഞ്ഞപ്പോ ഒറ്റയ്ക്ക് മതിയും തീരുമാനിച്ചു. ഏകാന്തത ആഗ്രഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. എന്തൊക്കെയാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ മുന്നിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നിട്ടും ഇതാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പലരുടെയും ഒറ്റപ്പെടലിന് അറിഞ്ഞോ അറിയാതെയോ ഞാനും കാരണമായിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം. എന്താ സാന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. എനിക്കിവിടെ അടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങോട്ടൊന്ന് പോകണം. വല്ലപ്പോഴുള്ള ഒരു ഫോർമൽ വിസിറ്റ്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ ദ കോഫി. അങ്കിൾ, നൈറ്റിൽ ബാൻഡ് ടീമിന്റെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ കാണാം. ഓക്കെ ഓക്കെ, സാന്ദ്രയും കൂട്ടിക്കോളൂ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഫാദർ. ഞാനിവിടെ റിസോർട്ടിലുണ്ട്. ഓക്കെ. വണ്ടിയും വന്നു. ജമാൽ ഹുസൈൻ സാർ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? കുറച്ച് ദിവസം ഉണ്ടാവും, ചില ബിസിനസ് പർപ്പസ്. ബെഞ്ചമിൻ സാർ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും സാറും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ഓക്കെ, നിങ്ങൾ വിട്ടോ. ആ, ഞാൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അമ്മോ, നമ്മളെ അല്ലടാ അങ്ങനെ പോയി. കുറെ നിനക്ക് എന്താണെന്ന് അറിയാം. ആ സ്ഥാനത്ത് പിടിക്കാൻ ഞാൻ വരാം. അളിയാ ചോദിക്കടാ, നമുക്ക് കീഴടങ്ങാം. എന്താ സാർ പോലീസൊക്കെ? എൻ്റെ ഫ്രണ്ടിന്റെ മകൻ ഇവിടെ ഡിവൈഎസ്പി ആയിരുന്നു, ഇപ്പൊ കോട്ടയത്താ. എനിക്ക് കുറച്ച് കുട്ടിത്തിരക്കുണ്ട്, എന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാ. ഞങ്ങൾ ഭയന്നുപോയി സാർ. ഓക്കെ, താങ്ക്സ്. എന്നെ ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേന്. അളിയാ, ആത്മാവിന് ആശ്വാസമായി. വാടാ. സായ, ഞാൻ രാവിലെ അന്വേഷിക്കായിരുന്നു. എന്തിനാ? യഥാർത്ഥത്തിൽ കോട്ടയത്ത് എവിടെ വീടെന്ന് ഓർമ്മ വന്നോ? അല്ല, അതല്ല, രാവിലെ നിങ്ങളുടെ കൂടെ ഇരുന്ന് കാപ്പി കുടിച്ചത്. ഓ, കൃഷ്ണമേനോൻ അങ്കിൾ. സഞ്ജയുടെ അമ്മാവനാണെന്ന് കള്ളം പറഞ്ഞതാണല്ലേ? ഇന്നലെ ആ സാഹചര്യത്തിൽ അങ്ങനെ പറയാതെ വേറെ വഴിയില്ലായിരുന്നു. ഈ റിസോർട്ട് കൃഷ്ണമേനോൻ അങ്കിളുടെയാ. പേര് കൃഷ്ണമേനോൻ, വയസ്സ് 55, റിട്ടയർഡ് ജഡ്ജി. അതൊക്കെ അറിയാം. ഇപ്പൊ പലയിടത്തും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ. ഓ, ഇതൊക്കെ സഞ്ജയ്ക്ക് എങ്ങനെ അറിയാം? ഇന്നലെ രാത്രി അയാളുടെ പേഴ്സ് ഞാൻ പരിശോധിച്ചു.
ആളാരാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയതാ. അല്ല, എന്താണ് സാന്ദ്രയ്ക്ക് സംഭവിച്ചത്? അവള് പഠിക്കുന്ന സമയത്ത് ഒരു അഫയർ ഉണ്ടായിരുന്നു, വൺ മിസ്റ്റർ രാഹുൽ. പക്ഷെ അയാൾ ആ അഫയർ ഫ്ലോപ്പ് ആയ പിന്നെ അവൾ ഇങ്ങനെ ഡിപ്രസ് പേഴ്സൺ ആയത്. അതിൽ പിന്നെ അവൾ നീ ഇന്നലെ ഒരുപാട് വൈകാണല്ലോ കിടന്നത്, എന്ത് പറ്റി? ആ, ഒരു ഫിലിം കണ്ടിരുന്ന് ലേറ്റ് ആയത്. ഏതാ പടം? 22 ഫീമെയിൽ കോട്ടയം. ഓ, എങ്ങനെയുണ്ട് ന്യൂ ജനറേഷൻ ഫഹദ് ഫാസിൽ ഫിലിം? ഓ, ഒരു പി കളഞ്ഞാണ് എന്റെ കഥ. ദേ വരുന്നു നമ്മുടെ ചൈനക്കാരി. ഹായ് സാന്ദ്ര. സഞ്ജു എവിടെ? ഹായ്. ഹലോ. എനിക്കൊന്നും അറിയത്തില്ലടാ, ഇവിടെ പിടിച്ചോണ്ട് പോ. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ഇവരെ കൊണ്ട് കോട്ടേജിലാക്കിയിട്ട് വരാം. ഇവിടെ വന്നത് ഈ റിസോർട്ടിൽ എല്ലാരും വെയിറ്റ് നോക്കാനാണ്. നാഗവല്ലിയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു. ഇവ ശങ്കരൻ തമ്പിയാണെന്ന് വിചാരിച്ചു കാണും. തല പോട്ടെ പോട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം. ഓ ശരി. ഇടയ്ക്ക് ബോധം വന്ന അവളെ തലയ്ക്ക് വെള്ളം കൂടെ കൊടുത്തോ. അവക്കെന്തുകൊണ്ട് ഇളയിക്കാണ്, അല്ല അവനെന്ത് പറയാൻ. ഓരോ ഭ്രാന്തളെ. ഹലോ, സാറിനെ കാണാൻ ഒരാളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ആരി? ഒരു പിഷാരടി, പിഷാരടി. ഇവരിവിടെ എത്തിയോ? എങ്ങോട്ടാ? പിഷാരടി ആരാടാ അത്? വാ പറയാം. ആ, എത്തിയല്ലോ. ഞങ്ങളവിടെ തന്നെ അന്വേഷിച്ച് കുറെ നേരമായി ഇയാളെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറെ നേരം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. സാറ് പറഞ്ഞു നിന്റെയും കൂട്ടുകാരുടെയും വേണ്ടാത്തരങ്ങളെ. എന്താടാ ഇയാൾക്ക് പറയാനുള്ളത്? ഒന്നുമില്ലടാ. സാറ് വാ. മൈത്രേനെ പറ്റിക്കാൻ നോക്കണ്ട. നിന്റെ അടുപ്പിലെ വെള്ളം ഇവിടെ വേവൂല. നിന്റെ ബന്ധുവാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് നീ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അറിയാൻ വഴിയില്ലപ്പാ. നാങ്ങ് ചെന്നൈയിലെ പഴയ ഒരു കമ്പനി. സാറ് വാ, നമുക്ക് അപ്പുറത്ത് പോയി സംസാരിക്കാം. എതുക്ക്? ഇവർ കൂടെ അറിയട്ടെ ഉന്നുടിയ മിടുക്ക്. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിക്കില്ല. സാറ് വാ. സാറേ എങ്കടാ കൂട്ടിട്ട് പോറേ? തണ്ണിയിലെ മുക്കി കൊല്ലാനാ? ഇനി അത് മറ്റെന്താ ബാക്കി? 4 വർഷമാ ഞാൻ ഉന്നെ തേടിയിട്ട് ഇരിക്കാൻ. എനിക്കിനി വയ്യ. രണ്ടുപേരും കൂടെ എല്ലാം നോക്കി നടത്തിയാ മതി. സങ്കട മുതലാളി ഉണ്ടായിരുന്നപ്പോ ഇനി കുറച്ച് ദിവസം കൂടെ നിനക്ക് ഞാൻ തരും. കൂടിപ്പോയ 1 month. അതുക്കുള്ള എല്ലാം മുടിച്ചു വന്നിടണം. ഇനി വല്ലതുണ്ടോ? മൈത്രേയും പിഷാരടിയോട് എക്സ്ക്യൂസ് പറയുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുക്കുന്നത് ഉത്തരാഞ്ചലിലായാലും കേരളത്തിലായാലും ഒരു IPC വെച്ചാണ്. എന്റെ ജോലി ഞാൻ കൃത്യസമയത്തിനുള്ളിൽ തീർക്കും. ഞാൻ പറയുന്ന വാക്കാണ്. ഗുഡ്. അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്ന പലതും നമുക്ക് നഷ്ടമാകും. അറിയാം. ഇനി വരുന്ന 1 month ഞാൻ കേരളത്തിലുണ്ടാവും. ഇവിടെയല്ല, മൈത്രേന്റെ സെറ്റപ്പിൽ.
എന്താണ് നിന്റെ പ്രശ്നം? അഡ്വക്കേറ്റ് പിഷാരടി നിന്നെ അന്വേഷിച്ച് വന്നത് എന്തിനാ? എന്താ നീയും അയാളും തമ്മിലുള്ള ബന്ധം? സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ അനുവാദമുണ്ടോ? ഒന്നുമില്ല സർ, ചില സംശയങ്ങൾ. അതെന്റെ സുഹൃത്തുക്കൾ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യുമായിരുന്നു. അതിന് പോലീസ് മുറിയൊന്നും കണ്ടില്ലല്ലോ. 4 വർഷമായി ഇവനെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇവനിപ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നു അതറിയണം. അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റുമോ സാർ? 4 വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു ടെന്നീസിനുണ്ടല്ലോ. അവന് പറയാൻ പറ്റാത്തതായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം. സാർ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ എനിക്കുണ്ടായിട്ടുള്ള നല്ല സുഹൃത്തുക്കളാണ് ഇവർ രണ്ടും. നീ ഇനി ഒന്നും പറയണ്ട. കേൾക്കണമെന്ന് താല്പര്യമില്ല. നിങ്ങളറിയണം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ചെന്നൈയിൽ എത്തിയതറിഞ്ഞ ഞാൻ. ചെന്നൈയിൽ പുതുതായി ആരംഭിച്ച ഒരു മ്യൂസിക് കമ്പനിയായ ബ്ലൂ മാജിക്കിൽ അദ്ദേഹം എനിക്കൊരു ജോലി ശരിയാക്കി തന്നു. കനവുകൾ നാദം തേടും നേരം നിറങ്ങൾ പെയ്തിടുന്നു മുഖം. നല്ലൊരു ഡ്രമ്മറായി എന്നെ ഒരു ആൽബം കമ്പോസ് ചെയ്യാൻ കമ്പനി ഏൽപ്പിച്ചു. 3 മാസത്തിനുള്ളിൽ തീർത്തു കൊടുക്കാൻ അഗ്രിമെന്റും ചെയ്തു, അഡ്വാൻസും വാങ്ങി. അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാക്കാനും ഷൂട്ട് ചെയ്യാനും ഞാൻ തിരുവനന്തപുരത്തെത്തി. പക്ഷെ എനിക്കൊരു നല്ല ടോപ്പിക്ക് കണ്ടെത്താൻ മാസങ്ങൾ കഴിഞ്ഞിട്ട് പറ്റിയില്ല. കയ്യിലുണ്ടായിരുന്ന കാശും തീർന്നു, അഗ്രിമെന്റ് കാലാവധിയും കഴിഞ്ഞു. കമ്പനിയിൽ കാശ് തിരികെ അടയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചെന്നൈയിലുള്ള ബന്ധം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്ത് കൂടി. പക്ഷെ കമ്പനി വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല. അന്ന് വാങ്ങിയ അഡ്വാൻസ് തുകയായ 3 ലക്ഷം 5 ഇരട്ടിയായി കമ്പനി നഷ്ടപരിഹാരം ചോദിച്ചു. എന്നെ അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ട് ജോലി വാങ്ങി തന്ന ആളുടെ പേരിൽ കമ്പനി നടപടിയെടുക്കുക. അതിന് വല്ല പോംവഴിയുണ്ടോ എന്ന് അറിയാനാണ് മൈത്രേയം വന്നത്. 1 മാസം അവധി തന്നിട്ട് പോയി. 1 മാസത്തിനകത്ത് കാശടയ്ക്കാൻ കഴിയാതിരുന്നാൽ അവർ തരുന്ന ശിക്ഷ വാങ്ങണം. നീ എന്താ നമ്മളോട് ഇതൊന്നും പറയാത്തത്? ഒരു ദിവസം പട്ടിണി മാറ്റാൻ ഓടി നടന്ന് ചെയ്യുന്ന ജോലി എന്നെ കൂടുതലില്ല. പിന്നെയാണ് ലക്ഷങ്ങൾ. 1 മാസം സാവകാശം ഉണ്ടല്ലോ. ഞാൻ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെടട്ടെ, പിന്നെ തീരുമാനിക്കാം പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അല്ല, എല്ലാരും കൂടി വിദൂരത്തിലേക്ക് നോക്കിക്കണെന്താ? വെറുതെ. അല്ല, ഇത് അവാർഡ് ഫിലിമൊന്നും അല്ലല്ലോ. നിങ്ങൾ ഇവിടെ വന്ന് ആഘോഷിക്കാനല്ലേ? ആഘോഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളു അങ്കിൾ, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അല്ല, നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോ ഈ മോള് മാത്രം ഒന്നിനുമില്ല. അതാണ് ഒരു വിഷമം. ആര് പറഞ്ഞു സാന്ദ്രത്തിലൊന്നും ഇല്ലാന്ന്? എല്ലാ ആഘോഷങ്ങളിലും എന്റെ ചക്കരക്കുട്ടി കൂടിയുണ്ടാവും. അല്ല, ഉണ്ടാവണം. ഇത് പാടമല്ല, എൻ ഹൃദയമാണ്. നെൽക്കതിരല്ല, കരിയുന്ന മോഹമാണ്. ഇനി എൻ കരളും പറിച്ചുകൊള്ളുക. പുഴയല്ല, സെലിബ്രേഷൻ ഫുള്ളാണ്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ തരാടാ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും. സ്വന്തമായിട്ട് ജട്ടി വാങ്ങിക്കാൻ കാശില്ല, പിന്നെ ആ കോടികള്. ഒന്ന് പോടാ. അല്ലെങ്കിൽ അവനെ ഞാൻ കൊന്നിട്ട് നല്ല ഐഡിയ. നിനക്ക് വേണ്ടി ജയിലിൽ പോകും. ഒന്ന് കയറിക്കൊള്ളു. ആ ഗ്ലാസ് എന്നിട്ട് നോക്കടാ ആരാ. കുറച്ചും കൂടെ ഇടാ. എന്തോ നേരത്തെ എത്തിർക്കടാ ആദ്യം. നടന്ന് കുത്തണ്ടതാ വരുന്നത്. സാറോ വരൂ സാർ. ഡേയ് സാറ്. സാർ ആഹാ, എനിക്കും കൂടാമോ നിങ്ങളുടെ ഈ സെലിബ്രേഷനിൽ? അതിനെന്താ സാറ് ഞങ്ങളുടെ ഒപ്പം കഴിക്കൂ. ആഘോഷിക്കാനല്ലേ ഇവിടെ വരുന്നത്. ഇരിക്കൂ. മറ്റേ ഗ്ലാസ് കിടക്കടാ. ഇരിക്കട്ടെ ഇരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. താങ്ക് യു സാർ. അപ്പൊ ചിയേഴ്സ്. അല്ല, ഇവിടെ ആരോ പാട്ട് പാടുന്നത് കേട്ടല്ലോ. ഡെന്നിയ. ആഹാ, അല്ല, ഞാൻ കവിത ചൊല്ലിയ സാർ. പക്ഷെ നമ്മുടെ സഞ്ജയ് നല്ല സിംഗറാണ്. അങ്ങനെയൊന്നുമില്ല. ഈ പാക്കേജിന്റെ അവസാന ദിവസം സഞ്ജയന്റെ പാട്ടും ഡാൻസും ഉണ്ടാവും. എന്റെയും. സാറിന് വേണ്ടി ഞാൻ ഒരു പഴയ പാട്ട് പാടി തരാം. എന്റെ കാവിലമ്മേ. കേക്കുമ്പോ പച്ചരിയാടുപ്പ് താണ്ടിയേ മഞ്ഞളരച്ചു ഞാൻ വാരി വാരി തേക്കുമ്പോ നിൻമുഖം നേരുന്നുണ്ടേ. എന്താ ശരിയായില്ലേ? ഒന്നുകൂടെ വാണോ?
സാറിന്റെ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ. ആ. മദ്യവും കവിതയും തമ്മിൽ വല്ലാത്തൊരു റിലേഷനുണ്ട്. സദാചാര പോലീസ് കൈവയ്ക്കാത്ത അവിഹിത ബന്ധം. ആ അത് സാറ് പറഞ്ഞു കറക്റ്റാ. എന്ത് കറക്റ്റ് തന്നെടാ. മദ്യവും കവിതയും തമ്മിലുള്ള ബന്ധം ഭവ്യവും സത്യസന്ധവുമാണ്. അല്ലാതെ ആരെങ്കിലും കെട്ടിച്ചമച്ചതോ അടിച്ചേൽപ്പിച്ചതോ ഒന്നുമല്ല. എന്താടാ ഡെന്നി ഇത്? നീ നിനക്ക് ഇഷ്ടമുള്ള പാടിക്കോ. ആരാ അടിച്ചേൽപ്പിച്ചത്? യു ആർ റൈറ്റ്. അതാണ്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ് സഞ്ജയ്. ഫോർ എക്സാമ്പിൾ, ഈ വെക്കേഷൻ ആഘോഷിക്കാൻ ഈ റിസോർട്ടിലെത്തിയ ഞാനിപ്പോ നിങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്നില്ലേ? ബട്ട് സർ, അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. ഈ റിസോർട്ടിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായും നിങ്ങളെ കൂടി സംശയിക്കും. സാറ് പറഞ്ഞത് മനസ്സിലായില്ല. ഈ റിസോർട്ടിൽ വെച്ച് സാറിന് എന്താ സംഭവിക്കാൻ പോന്നെ? ആരെങ്കിലും സാറ് ഭയക്കുന്നുണ്ടോ? യെസ്, എന്റെ സർവീസിനിടയിലും ഇപ്പോഴും. എനിക്കറിയാം മരണം എന്നെ ഇവിടെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഐ ക്യാൻ സ്മെൽ ഇറ്റ്. താങ്ക്സ് ഫോർ ദ ഡ്രിങ്ക്. നിങ്ങൾ പോയി കിടന്നോളൂ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയാളുടെ റിസോർട്ടിലാണ് നമ്മൾ കിടക്കുന്നത്. അയാൾ പറയുന്നത് അയാളാരെ കൊല്ലുവാണ്. കപ്പാസിറ്റി ഉള്ള ഒരുത്തന്റെ അവസ്ഥ ഉണ്ടല്ലേ, വവ്വാല് പോലെ. ഡേയ്, വെളിയെ വാടാ. நீ எனக்கு எதிரே சாட்சி சொல்லுவாடா நாயே. வக்கீல் சார் வந்தாச்சு. ബിസിനസ്സിൽ പാർട്ട്ണറായ ശ്രീകുമാരനെ ജോൺസൺ പണത്തിന് വേണ്ടി കൊന്നു. IPC 302 മരണം വരെ തൂക്കുകയർ. கரெக்ட் சார். அது வந்து அப்படி ஆகட்டும். போடா. ചേട്ടാ, ഹായ് സർ. സർ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. തന്റെ പുതിയ പ്രോജക്റ്റിന്റെ പ്ലാൻ കൊള്ളാം. റിസോർട്ടിന് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് നടന്നാലോ? ഷുവർ സർ. വരൂ. ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായി ഞാനൊന്ന് റിലാക്സ് ആയിട്ട് നമുക്കൊന്നിരിക്കാം. ഓക്കെ സർ. ബട്ട് സർ, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ജീവയ്ക്കാണ്. ഗ്രീൻ എഫ്എമ്മിലെ സർ നാളെ ഫ്രീ ആണോ? അറ്റൻഡ് ചെയ്യൂ. ഓ നോ, ഇറ്റ്സ് ഓക്കെ. ജീവ വരുന്നുണ്ട് നാളെ സാറിനെ കാണാൻ. അവർക്ക് ഒരുപാട് ഐഡിയകളുണ്ട് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, ഞാനുണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.
നിർത്തടാ. സംഗീതത്തിന്റെ വില കളയാൻ നിന്നെ പോലെ ഓരോരുത്തന്മാര്. സിംഹത്തിന്റെ മടയിൽ പോയിട്ടൊന്നും അല്ലല്ലോ ഞാൻ സംഗീതം പഠിച്ചത്. എന്നെ കൊണ്ട് ഇത്രയ്ക്ക് പറ്റും. എടാ, ഇതുപോലൊരു വലിയ ടാങ്ക് എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ സാധകം ചെയ്ത് പാട്ടുകാരനായനെ. വരുന്നു ദേവദാസ്. അവസാനം കുടിച്ചു കുടിച്ച് അവന്റെ കരള് പോത്തേ ഉള്ളൂ. ആ വാ, എന്തോന്നായി വല്ല നടക്കോ? എന്ത് നടക്കാൻ? നിന്റെ ലവ് ഓടാ. എവിടെ കുട്ടിയുടുപ്പ് വാങ്ങി വെച്ചിട്ട് എക്സ്പയറി കഴിഞ്ഞു. എന്തൊക്കെ ആയിരുന്നു 7 ദിവസം സെലിബ്രേഷൻ, വെടിയിറച്ചി, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അവസാനം നിന്റെയൊക്കെ കുളി കണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥ എത്തി. ബ്ലാഡി ബാഗേഴ്സ്. കേറി വാടേ, നല്ല വിശപ്പുണ്ട്. തിന്നുക, പ്രേമിച്ച് നടക്കുക. ഇതല്ലാതെ വേറെ ജോലിയൊന്നുമില്ലല്ലോ നിനക്ക്. ടവലാടാ. ഇവിടെ വന്നിട്ട് നിന്നെയൊക്കെ മേക്കയോടെ ചെയ്യുന്നുണ്ടല്ലോ. കുടിച്ച് സുഖങ്ങളൊക്കെ തന്നല്ലേ? വേണ്ടത് വെച്ചിട്ടാ. അല്ലെങ്കിൽ എന്തോ നിന്തിന് ഇവിടെ വന്നിട്ട് ഇനി യുവമാരെ ഒന്ന് വാങ്ങിക്കാനാ? ഓ, ഇവിടെ വെള്ളമില്ല, പുല്ലുമില്ല. ഓരോരുത്തരുടെ സമയം നോക്കടാ. കൊള്ളാലോ. 2 യുവമുതലുകൾ ഇരിക്കുന്നത് കണ്ണിലിടെ. അവര് പ്രണയിക്കട്ടടാ, മതിവരുവോളം പ്രണയിക്കട്ടെ. റൂം നമ്പർ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ബാക്കി കണ്ട് ആസ്വദിക്കായിരുന്നു. അല്ലടാ, ഇവർക്ക് ആവശ്യം വരുമോ? എന്ത്? നിന്റെ കയ്യിലുള്ള സാധനം പിടിച്ചോന്നു. ഇങ്ങോട്ട് വാടാ. പോണാ. കുറെ നേരമായോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ റിസോർട്ടിന്റെ മനോഹാരിത നോക്കി നിൽക്കുമായിരുന്നു. എന്ത് ഭംഗിയാവിടെ. ഫാന്റാസ്റ്റിക് കൺസ്ട്രക്ഷൻ വർക്ക്. ജീവ പറഞ്ഞ പ്രകാരം ഞാൻ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ഇതുവരെ സംശയങ്ങളൊന്നുമില്ലല്ലോ? നോ, ബട്ട് പ്ലാനിങ് ഇതുവരെ കറക്റ്റ് ആണ്. തന്നെ വിശ്വസിച്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. താൻ പേടിക്കണ്ട. എനിക്ക് ചെയ്തു തരുന്ന സഹായത്തിന് തക്കതായ പ്രതിഫലം തനിക്കുണ്ടാവും. ആ ഒരു ഉറപ്പ് മാത്രം മതി. ബട്ട് എന്താണ് തന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയുള്ള കാലം യൂറോപ്യൻ കൺട്രീസ് സെറ്റിൽ ആവണം. കുന്നുമൂടാനുള്ള മണി ഇനിയുള്ള ഓരോ ദിവസവും തുടങ്ങുന്നത് ആഘോഷത്തോടാവട്ടെ. എവറി ഡേ സ്റ്റാർട്ട്സ് വിത്ത് എ ന്യൂ സെലിബ്രേഷൻ. സാർ അന്വേഷിക്കാണ്. നമുക്ക് മെനോസറിന്റെ വില്ലയിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഡാലിയ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ റിസോർട്ടിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് ജീവ പറയുകയായിരുന്നു. വളരെ കാലമെടുത്തു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. സാർ ഒരു ഡിസൈനർ കൂടിയാണല്ലോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ സ്ഥലമാണ്. സാറിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. പിന്നെ കൂടുതലായി ഡാലിയ പറഞ്ഞു. നല്ലത് തന്നെയല്ലേ കേട്ടത്. സാറിന്റെ ബിസിനസിനെ കുറിച്ചാണ്. ശരിയാണ്. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന്. പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോ 4 മാസം പ്രഗ്നന്റായ ഭാര്യയുടെ മരണം വല്ലാതെ വേദനിപ്പിച്ചു. പിന്നെ അവളുടെ ഫാദറിന്റെ മരണം കൂടി ആയപ്പോ എല്ലാം ഏറ്റെടുക്കുകയായിരുന്നു. സോറി സാർ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. ഇപ്പൊ തോന്നുന്നു എല്ലാം ആർക്ക് വേണ്ടി ആയിരുന്നു എന്ന്. ഒരു അവകാശം പോലും ഇല്ലാതെ. എനിക്കൊരു ഇടം വരെ പോവാനുണ്ട്. നിങ്ങൾ സംസാരിക്കൂ. പ്രോജക്റ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കൂ. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഷുവർ സാർ. ഓക്കെ. ഓക്കെ. ഓക്കെ സർ. മറ്റുള്ളവർ പറയുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നമുക്ക് മുന്നേ കുറേ ആൾക്കാർ ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന്. തെളിവായി പലതും കാണിക്കുകയും ചെയ്തു. ഈ കണ്ണിലൂടെ കാണുമ്പോഴുള്ള ഭംഗി അതിനുണ്ടാവില്ല. ഒന്ന് ശല്യം ചെയ്യാതിരുന്ന കൊള്ളാമായിരുന്നു. ഇത് ശല്യപ്പെടുത്തലാണെങ്കിൽ ഈ കാണുന്ന മനോഹാരിതയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ല. പരസ്പരമുള്ള ബന്ധം, അത് സൗഹൃദമായിരിക്കാം, രക്തബന്ധമാവാം, എന്തും ആവട്ടെ, അതാണ് ഈ ലോകത്തെ നാം കൂടുതലായി അറിയുന്നത്. പരസ്പരമുള്ള ബന്ധം ലോകത്തെ അറിയുകയല്ല ചെയ്യുന്നത്, ഇവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഗാധമായി ചിന്തിക്കാൻ വേണ്ടിയല്ല,
ഞാൻ നിൽക്കുന്നത്. മറക്കാനാ, എൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാൻ. എന്നാൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പഴയ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുക. ഈ കാണുന്നതിനെയല്ല. അപ്പോൾ താനേ മുറിവുകൾ ഉണങ്ങും, എല്ലാം മറക്കുവാനും കഴിയും. അന്ന് ഞാൻ അറിയാതെ ഐ എം സോറി. പ്രണയം അങ്ങനെ തലയ്ക്ക് പിടിച്ച് നടക്കുകയില്ലേ? എന്തിനാടാ വിളിച്ചേ? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കാനാ വിളിച്ചത്. ആ, അങ്ങോട്ട് നോക്ക്. ഹലോ സാർ. എന്താ ഒരു ചുറ്റിക്കളി? അല്ല സാർ, എവന്റെ പെങ്ങൊക്കെ വട്ടായി, അതിനെ പറ്റി പറയായിരുന്നു. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നാളെ ഒരിടം വരെ പോണമായിരുന്നു. ഷുവർ സർ. ഫ്രീ ആണ്. ഫ്രീ ആണ്. അപ്പോ രാവിലെ. ഓക്കെ സാർ. റൈറ്റ് സർ. എന്തുവാടേ? എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ആ പയ്യനെ പറ്റി പിന്നീടൊന്നും അന്വേഷിച്ചില്ലേ? ഇല്ല സാർ, സാന്ദ്രയ്ക്കും അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ ചതിക്കപ്പെട്ടതല്ലേ, വീണ്ടും. ശരിയാ, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാം. വേറെ എന്തെങ്കിലും ആലോചിക്കായിരുന്നില്ലേ? ആ സംഭവത്തിന് ശേഷം സാന്ദ്രയ്ക്ക് വല്ലാത്തൊരു ഏകാന്തതയായിരുന്നു. ഇവിടെ വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ട്. ഓ അങ്ങനെയോ? എന്താ സാന്ദ്ര? സാന്ദ്ര കൊട്ടാരം കണ്ടറിഞ്ഞു. ലൈഫിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. ഫാദർ ഡൊമിനിക് അവർക്കൊരു ആശ്വാസമാണ്. പിന്നെ ഞാൻ സമ്പാദിക്കുന്നതെല്ലാം ഇതുപോലുള്ള ഓർഫനേജിനും കുട്ടികൾക്കുമാണ്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. നമസ്തേ ഫാദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തന്നെ ഞാൻ അന്വേഷിക്കായിരുന്നു. ഇവിടെ ബഡ്ജറ്റ് കാലിയായി. പതിവായിട്ട് വരാറുള്ള സംഭാവനകൾ തന്നെ വൈകുന്നു. അതിനെന്താ ഫാദർ, നാളെ തന്നെ എത്തിച്ചേക്കാം. തന്നെ പോലെയുള്ളവരോട് ചോദിക്കാൻ തന്നെ ഒരു അന്തസ്സുണ്ട്. ജീവകാരുണ്യം എന്ന് പറഞ്ഞ് പലരും ഇവിടെ വരുന്നു. കൂടുതലും കുട്ടികളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വരുന്നവരാ. പുതിയ 1-2 സാധനങ്ങളുണ്ടല്ലോ. എന്താ അത്? ഫേസ്ബുക്കും വാട്സപ്പും. അത് തന്നെ. എത്ര ലൈക്ക് കിട്ടുമെന്ന് അറിയാനാ.
അവരൊന്നും മനസ്സിലാക്കുന്നില്ല ഈ കുട്ടികൾ സന്തോഷം നിഷേധിക്കപ്പെട്ടവരാണെന്ന്. ഞാൻ മറന്നു ഫാദർ, ഇവരെന്റെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. ഇവിടെ വരെ വന്നപ്പോ ഫാദറിനെ ഒന്ന് കണ്ട് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചു. സന്തോഷം. താൻ ഈ പ്രായത്തിലും ഇവരോടൊക്കെയാണോ കമ്പനി? അത് ഫാദർ നന്നായിട്ട്. നമ്മുടെ മനസ്സും ചെറുപ്പമാവും. എല്ലാരും പറയുന്നത് എനിക്കും കുട്ടികളുടെ സ്വഭാവമാണെന്നാ. ജാൻസിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് ഫാദർ? ഒരു മാറ്റവും. എന്റെ കാലം കഴിയുമ്പോൾ താനുണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രം. അങ്ങനെ ഞങ്ങൾ ഫാദറിന് വിട്ടുകൊടുക്കില്ല. ഇനിയും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. ആ, ഒരാഗ്രഹം മാത്രം. അവനെ ഒന്ന് കാണണം, അവളുടെ മകനെ ക്രിസ്റ്റഫറെ. എന്നിട്ട് ജാൻസി അവനെ ഏൽപ്പിക്കണം. കണ്ടെത്താൻ കഴിയും ഫാദർ. എന്നെ തേടി അവൻ വരും ഏത് നിമിഷവും. ജീസസ് അവനെ കാട്ടിത്തരണമേ. തനിക്ക് അവളെ കാണണോ ജാൻസിയെ? വരൂ. ആ, ഓക്കെ ഓക്കെ. താൻ രാവിലെ റിസോർട്ടിലെത്തിയാൽ മതി. ആ, ഞാനുണ്ടാവും ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമസ്കാരം സാർ. സുഖമാണോ? സുഖമാണ് സാർ. സാർ ഇവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് മാറാൻ കൊടുത്തു, നമ്മളെയൊക്കെ മറക്കാൻ കൊടുത്തു. മാറി വരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മളെയൊക്കെ തട്ടിക്കളിക്കല്ലേ. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. എവിടെയായാലും സത്യസന്ധമായി നമ്മുടെ കർത്തവ്യം നിർവഹിക്കാം. സാധാരണ വീടുകളിൽ നടക്കുന്നതാണല്ലോ ഇപ്പോൾ നിയമസഭയിലും. അത് ചാനലിലൂടെ ജനങ്ങളിലും എത്താൻ കൊടുക്കുന്നു. ആ, അതുപോട്ടെ. സാർ ഏത് വില്ലയില ഒന്ന് കാണണം. ആ പഴയ കോട്ടേജിൽ തന്നെ. അത് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കില്ല സാർ. ആ, എന്താടോ കള്ള നായരെ, അടി ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. താൻ ചെറുതായി വരാണല്ലോ. പ്രായം ഒരുപാടായില്ലേ സാറേ. ഇനി ഹീറോ വിളിക്കാൻ പറ്റുമോ? അതും ഇതൊക്കെ ചെയ്ത് ജീവിച്ചു പോണു സാർ. വെറുതെയാണ് സാർ. ഇയാൾ അന്നും എന്നും വെറും സീറോ തന്നെയാണ്. എടാ, സാറ് നിൽക്കണം നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ സീറോ തന്നെ കാണിച്ചു തന്നെ. ജമാൽ സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യം വിളിച്ചോളൂ. ഓക്കെ സാർ. സീറോ അല്ലടാ, നീ വന്നാൽ നിനക്ക് ശതമാനം ഞാൻ കാണിച്ചു. നിന്നെ മറിച്ചിട്ട് കുടിക്കുന്നു. ഒന്ന് പോടെ ഓട്ടോറിക്ഷ പറ. ആ പോട്ടെ, റൈറ്റ്. ആ ബാക്ക് പോട്ടെ, ആ ബാക്ക് പോട്ടെ, ആ ബാക്ക് പോട്ടെ, ആ ബാക്ക് പോട്ടെ, എവിടേക്കും പോട്ടെ. ഹലോ സർ. താങ്ക് യു. താൻ നടന്നു വരുമ്പോ എന്റെ ആ പഴയ സുഹൃത്തിനെയാ ഓർമ്മ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണുമ്പോൾ സാർ ഇത്ര ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് ഉദ്ദേശിക്കുന്നത് 1 വർഷമായല്ലോ. രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കാണാതിരിക്കില്ലല്ലോ. ആ, ഇവളങ്ങ് വലിയ കുട്ടിയായല്ലോ. സാറ് പറയുന്നത് ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാന്നാ. ചില സംശയങ്ങൾ അത് സത്യമാവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൻ എവിടെ തന്നെയുണ്ട്. എന്താണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം. ഇനിയുള്ള ആഘോഷങ്ങളിൽ ഞാനും ഉണ്ടാവും സാറിനൊപ്പം. ആ വിഘ്നേശ്വരൻ കുതിര കാണാൻ കൊടുക്കണ്ട. നീ എനിക്ക് ഒഴിക്കാൻ കൊടുക്കോ? കൃഷ്ണമേനോ സാർ അറിഞ്ഞ എന്റെ പണി പോകും. നിന്റെ പണി നിനക്ക് പോകാൻ കൊടുക്കട്ടെ. നിനക്ക് നല്ല പണി ഞാൻ തരാൻ കൊടുക്കാം. അടുക്കളയിൽ അരിയാട്ടുന്ന പണി. സാറൊന്ന് പതുക്കെ കഴിക്കുക, കറള് പാടിപ്പോവും. വെറുതെ ആടോ. ദേവന്മാരടിക്കുമ്പോ സോമനസ്, നമ്മളടിക്കുമ്പോ ബ്രാൻഡിനസ്. അത്രേ ഉള്ളൂ. ആ, ഒഴികെ. ഇതാണല്ലോ ഇവിടെ പരിപാടി. അവിടെ സെലിബ്രേഷൻ ചർച്ച നടക്കുമ്പോ താൻ ആരും കാണാതെ ഇവിടുന്ന് വെള്ളം അടിക്കല്ലേ? സാറേ, ഞാൻ ഈ മാനേജറെ വിളിച്ചിട്ടാണ് കംപ്ലൈന്റ് ചെയ്യരുത്. കംപ്ലൈന്റ് ചെയ്യാൻ ഇവരെ ഇവിടുന്ന് പുറത്താക്കുന്നവരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഒന്ന് പോകാൻ കൊടുക്കണോ? പിന്നെ സാധനം തീരാൻ കൊടുക്കാറായി. തനിക്ക് വേണമെങ്കിൽ ഒന്ന് അടിക്കാൻ കൊടുക്കോ? കംപ്ലൈന്റ് നമുക്ക് പിന്നെ അടിക്കാൻ കൊടുക്കാം. റെഡിമെയ്ഡ് ഗ്ലാസ് ആയിട്ടാണ് വരാൻ കൊടുത്തിരിക്കുന്നത്. നാളെ എടോ എങ്ങനെ വെറുതെ ആണോ പറയാൻ കൊടുക്കുന്നത്? ഒന്നുകൂടി ഊത്താൻ കൊടുക്കൂ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഇരുത്ത് ഊത്താം.
എന്റെ കൂടെ ഇരുന്ന് വെള്ളമടിക്കുന്നവൻ വാള് വെക്കുന്നതാണ് എനിക്കിഷ്ടം. സാധനം ബാക്കി വരുമല്ലോ. ഇത് പൂട്ടിക്കിടന്ന ബാറ് വീണ്ടും തുറന്ന പോലെ ആയല്ലോ. ബാറ് തുറക്കാൻ കൊടുക്കും, എന്നാൽ നമുക്ക് ബാറിൽ പോയി അടിക്കാൻ കൊടുക്കാം. വാ. ഇത് തീർക്കണം, എന്നിട്ട് ബാക്കി കാര്യം നോക്കണം. തീർന്നില്ലേ? ഹലോ, എന്തായി നിന്റെ തീരുമാനം? ഞാൻ വരും. കുറച്ചും കൂടി സമയം. 1-2 കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ഇനിയുള്ള എൻ്റെ നാളുകൾ ചെന്നൈയിലാണ്. ആരുടെ ഫോണില്? ആ മൈത്രേന. ഓ, കാശ് ഉടനെ സെറ്റിൽ ചെയ്യണം. എന്താ ഒരു പോംവഴി. നീ സമാധാനപ്പെട. കൃഷ്ണമേനോൻ സാറിനോട് നമുക്ക് സംസാരിക്കാം. നിനക്ക് ഭ്രാന്തുണ്ടോ? കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള ഒരാളോട് ഇത്ര കാശ് ചോദിക്കാൻ? ഡെന്നിസൺ പറഞ്ഞ ശരിയാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവും. വീണ്ടും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും. ഇതുപോലെ എന്നും ചിക്കൻ ബിരിയാണി ആയാൽ മതിയായിരുന്നു. സർ, സർ, എന്താ സംഭവിച്ചത്? ഒന്നും അറിയില്ല. വ്യക്തമായി ആരും തന്നെ ഒന്നും പറയുന്നുമില്ല. ഈ റിസോർട്ടിന്റെ ഓണർ കൃഷ്ണമേനോൻ സാർ അയാൾക്കെന്താ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആഘോഷങ്ങളുടെ പേരിൽ വിളിച്ചു വരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ. നിങ്ങൾ നമ്മളോട് ക്ഷമിക്കാൻ കൊടുക്കുക. ബെഞ്ചമിൻ സാറിന്റെ അനുവാദം കിട്ടാതെ നമുക്കാരെ ഇവിടുന്ന് പുറത്തുവിടാൻ കഴിയില്ല. സാറെങ്കിലും ഒന്ന് പറ, മേനോൻ സാറിന് എന്താ സംഭവിച്ചത്? ഈ പോലീസുകാർ സാറിന്റെ മുറിയിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ലെന്നേ. നമ്മൾ ഈ ഗസ്റ്റുകളുടെ ഇടയിൽ കിടന്ന് നാണം കെടാൻ കൊടുക്കുകയാണ്. അവരോടൊരു ആൻസറും പറയാൻ പറ്റുന്നില്ല. പറയൂ സാർ, ആരാണ് മേനോൻ സാറിന്റെ മരണത്തിന് ഉത്തരവാദി? ഡാലിയ കുറെ നാളായല്ലോ സാറിനോടൊപ്പം. സാറിന് വേറെ ശത്രുക്കൾ ഉള്ളതായി അറിയാമോ? അറിയില്ല, എന്റെ അറിവിൽ ആരുമില്ല. So, you're the man behind this nasty game. വാ. ഡാലിയക്ക് ജീവേ പരിചയമുണ്ടോ? യെസ്, ഗ്രീൻ ഫാമിലി മാർക്കറ്റിംഗ് ഹെഡാണ്. ഞാനും ജീവയും ചേർന്നാണ് ഈ റിസോർട്ടിലെ ടൂർ പാക്കേജ് കോർഡിനേറ്റ് ചെയ്തത്. അത്ര പരിചയം മാത്രമേ ഉള്ളൂ? പുതിയ ബിസിനസ് പ്രപ്പോസൽ പ്ലാൻ ചെയ്യാൻ സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടുത്തെ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ സക്സസ് ആയിരുന്നു. സാറിന്റെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അല്ലാതെ ഈ മർഡർ പ്ലാൻ ചെയ്യാൻ തന്റെ കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? നോ സർ, എനിക്കൊന്നും അറിയില്ല. ഇനി ഞാൻ പറയാം നടന്നതെല്ലാം. ചെന്നൈയിലെ നമ്പർ 1 ബിസിനസ് ഗ്രൂപ്പായ മിറാഷ് 6 എന്ന കമ്പനിക്ക് ഈ റിസോർട്ട് സ്വന്തമാക്കാൻ താല്പര്യം. അതിന് കമ്പനി നിയോഗിച്ചതായിരുന്നു ജീവേ. നല്ല ഒരു കമ്മീഷനും വാഗ്ദാനം ചെയ്തു. പക്ഷേ ഒരിക്കലും വിൽക്കാൻ താല്പര്യമില്ലായിരുന്ന മേനോൻ സാറിനെ ഇത് സമ്മതിപ്പിക്കാനായി ഡാലിയെ കൂട്ടുപിടിക്കാൻ ജീവ തീരുമാനിച്ചു. ആ കെണിയിൽ അവൾ വീഴുകയും ചെയ്തു. വിൽക്കാൻ മേനോൻ സാർ തയ്യാറാകാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അത് മാത്രമേ നിങ്ങൾക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. ഇതല്ലേ നടന്നത്? നോ, എനിക്കറിയില്ല. ഞാനിത് ചെയ്തിട്ടില്ല. സാർ പറയുന്നത് ശരിയാണ്. ബട്ട് ഈ മർഡറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. സാർ, ഡാലിയ പറഞ്ഞ സത്യ. ഞാൻ മാത്രമായി മർഡർ ചെയ്തത്. യെസ്, ഷീസ് ഇന്നസെന്റ്. ഇത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണമായിരുന്നു. നീ മാത്രമാണ് ഇത് ചെയ്തെന്ന് എനിക്കറിയാമായിരുന്നു.
പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടല്ലോ ജീവ. എന്തിനാ മേനോൻ സാറിനെ കൊന്നത്? പറയും മിസ്റ്റർ ജീവ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട പന്നപ്പുല്ലേ. വേണ്ട ജമാൽ, ജീവ പറയും. കൊല്ലണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പറ്റിപ്പോയി. പറ്റിപ്പോയി അല്ലാതെ പ്ലാനിങ് അല്ല. ഇതൊരു റിസോർട്ടാണ്, പോലീസ് സ്റ്റേഷൻ അല്ല. വെറുതെ ജമാലിന് പണി ഉണ്ടാക്കരുത്. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം സാർ. കുറെ പറയിപ്പിക്കും. ഒരു റിസോർട്ട് സെയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊലപാതകത്തിലെത്ത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കോടതി വിധിയുടെ പ്രതികാരമാണ് ഈ കൊലപാതകമെന്ന് ഞാൻ പറഞ്ഞാൽ പറയും മിസ്റ്റർ ക്രിസ്റ്റഫർ. ഫാദർ ഡൊമിനിക്കിന്റെ ഓർഫനേജിന്റെ ചുറ്റുമതിൽ ചാടിക്കടന്ന ആ പഴയ പയ്യൻ ജീവ എന്ന കള്ളപ്പേര് സമ്പാദിച്ചത് വരെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ കഥ ഒന്ന് കേൾക്കട്ടെ. ഓർഫനേജിലെ റെക്കോർഡുകളിൽ നിന്റെ അപരനാമം ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. സോ ടെൽ മീ, എന്തായിരുന്നു മോട്ടിവേഷൻ? എന്തിനു വേണ്ടിയായിരുന്നു? ഞാനും അമ്മയും അച്ഛനും ഇറങ്ങിയ ഞങ്ങളുടെ കൊച്ചു ലോകത്തെ തകർത്തയാളാണ് ക്രിമിനൽ ലോയർ കൃഷ്ണമേനോൻ. ഞങ്ങളുടെ മുമ്പിലിട്ട് അച്ഛൻ്റെ സുഹൃത്തിനെ കൊന്നു തള്ളുമ്പോഴും ആ കുറ്റം എൻ്റെ അച്ഛൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നെന്ന് അറിഞ്ഞിരുന്നില്ല. കോടതി വരാന്തയിൽ കൂടി തൂക്കുകയറിന് വിധിക്കപ്പെട്ട് എൻ്റെ അച്ഛനെ കൊണ്ടുപോകുമ്പോൾ അയാളിൽ ആനന്ദമായിരുന്നു. തനിച്ചായ എന്നെ പിന്നീട് സംരക്ഷിച്ചത് ഫാദർ ഡൊമിനിക്കായിരുന്നു. എനിക്ക് മോൻ എന്താ ഇവിടെ മാറിയിരിക്കുന്നത്? അവരോടൊപ്പം കൂടാതെ. എനിക്ക് എന്റെ അമ്മയും അച്ഛനെ കാണണം. അവരുടനെ വരും മോനെ കൂട്ടിക്കൊണ്ടു പോവാൻ. വാ. ഇവരും നിന്നെപ്പോലുള്ള കുട്ടികൾ തന്നെയാണ്. എന്നാൽ ഇവരുടെ മുഖത്ത് വിഷമമുണ്ടോ നോക്ക്. ഈ പ്രായത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഇനിയുള്ള സമയങ്ങളിൽ എന്തും നേടിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ടാകും. നിങ്ങൾ പുറത്തുപോയി കളിക്ക. വാ. എനിക്ക് അയാളെ കൊല്ലണം. എന്റെ അച്ഛനെയും അമ്മയെയും നശിപ്പിച്ച അയാളെ കണ്ടെത്തി ഞാൻ എങ്ങനെയെങ്കിലും കൊല്ലും. ഞാൻ ഉണ്ടടാ എൻ്റെ കൂടെ. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തിടക്കണം. ചാടിക്കും. അയാളോടുള്ള ഒടുങ്ങാത്ത പക അതെന്നെ ഓർഫനേജിന്റെ മതിൽക്കെട്ടിന് പുറത്തെത്തിച്ചു. അപ്പോഴും സഹായിക്കാൻ ദൈവദൂതനെ പോലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തണലിൽ ജീവിതം പച്ചപിടിക്കുമ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. ഞാൻ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഞാൻ തേടുന്നയാൾ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. കൃഷ്ണമേനോനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അയാളിൽ എത്തിപ്പെടാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും കൂടുതലായി ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്നെ സഹായിക്കാൻ ഡാലിയയ്ക്ക് കഴിഞ്ഞു. ശ്രദ്ധിക്കാതെ കിടന്ന ഈ റിസോർട്ടിൽ ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് പ്ലാൻ ചെയ്തതും അതുകൊണ്ടാണ് അയാളെ കൊല്ലാൻ. ഇതിനു മുമ്പേ അയാളെ എനിക്ക് വകവരുത്താൻ സാധിക്കുമായിരുന്നു. മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ വേവലാതി അത് ഞാൻ പലപ്പോഴായി അയാളിൽ കണ്ടു. അതായിരുന്നു എന്റെ ആവശ്യം. മരവിച്ച മനസ്സുമായിരിക്കുന്ന അയാളുടെ മുന്നിൽ നിരപരാധിയായിട്ടും മരണക്കയറിൽ കുടുങ്ങിയ എന്റെ അച്ഛന്റെയും ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാത്ത എന്റെ അമ്മയുടെയും ഓർമ്മകൾ അടങ്ങിയ സമ്മാന പൊതിയുമായി ഞാൻ എത്തിയതായിരുന്നു. അതിനു മുമ്പേ അയാളെ മറ്റാരും. സാർ അയാളുടെ കൊലയാളിയെ കണ്ടെത്തിക്കൊള്ളൂ. പക്ഷേ അയാൾക്കും തീർച്ചയായി കാണും ഇതുപോലൊരു ഒറ്റപ്പെട്ട കഥ പറയാൻ. ഗ്രേറ്റ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. നല്ല രീതിയിൽ കഥകൾ അവതരിപ്പിക്കാൻ താങ്കൾ മിടുക്കണം കേട്ടോ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സിനിമയിലെ പോലെ
അപ്പൻ അപ്പന്മാരുടെ പഴങ്കഥകളൊന്നും പറയാതെ ഫാദർ ഡൊമിനിക്കിന്റെ ഓർഫനേജിൽ ജോളി എന്നൊരു സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞ് വളർന്നു വലുതായി എന്റെ മുന്നിൽ നിന്ന് ഈ കഥ പറയുമ്പോൾ നിന്റെ 10ാം വയസ്സിൽ നിന്നെ അനാഥനാക്കി മറ്റൊരാളെ വിവാഹം കഴിച്ച നിന്റെ അമ്മ തന്നെയാണോ അത് എന്ന് നീ തന്നെ പറ. നീ പറഞ്ഞ കഥയിലെ ക്രിസ്റ്റഫറിന്റെ അമ്മയാണിത്. നിന്നോടൊപ്പം ഓർഫനേജിന്റെ മതിൽ ചാടിയ ക്രിസ്റ്റഫറിന്റെ അമ്മ ജാൻസി. അപ്പൊ പിന്നെ നീ എന്തിനു മേനോൻ സാറിനെ കൊല്ലണം? പണത്തിനു വേണ്ടിയോ അതോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടിയോ? പറയൂ, എവിടെയാണ് ക്രിസ്റ്റഫർ? യെസ്, ഐ ആം ക്രിസ്റ്റഫർ. അതെ സർ, ജീവയാണ് ക്രിസ്റ്റഫർ. ജീവ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ എവിടെയായിരുന്നു? നമ്മള് ഡിന്നർ കഴിഞ്ഞ റൂമിലുണ്ടായിരുന്നു സാർ. ഇനി ഇവന്മാര് വല്ലതാണോ പണി ഒപ്പിച്ചത്? ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ക്രിസ്റ്റഫർ, മേനോൻ സാറിന്റെ കൊലയാളി. കൗമുദി ഇയാളെ തന്നെയല്ലേ ഇന്നലെ രാത്രി ഇരുട്ടത്ത് കണ്ടത്? വ്യക്തമായി കണ്ടില്ല. അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോളെ, മേനോ സാർ നമ്മുടെ ദൈവ. ഈ റാസ്കലിനെ തന്നെയാണോ കാണാൻ കൊടുത്തത്? ഇരുട്ടായത് കൊണ്ട് വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല. നിരപരാധിയായ ഒരു അച്ഛന് കള്ളക്കേസിൽ തൂക്കുകീർ വാങ്ങിക്കൊടുത്തു. തളർന്നു വീണുപോയ ഒരമ്മ, അനാഥമായ ബാല്യം, ആർക്കും തോന്നാവുന്ന പ്രതികാര ബുദ്ധി. പക്ഷേ പശ്ചാത്താപത്താൽ ചെയ്തു കൂട്ടിയതിനു മുഴുവൻ പ്രായശ്ചിത്തം ചെയ്തിരുന്നു ആ മനുഷ്യൻ. മരണത്തിന്റെ വക്കോളമെത്തിയ ജാൻസി എന്ന അമ്മയെ ചികിത്സിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവർക്ക് നഷ്ടപ്പെട്ട മകനെ ഒരുപാട് അന്വേഷിച്ചു. മാപ്പ് പറയാനും അമ്മയെ തിരികെ ഏൽപ്പിക്കാനും. നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ചെയ്ത ചില തെറ്റുകൾക്ക് ജീവിതത്തിൽ മേനോൻ സാർ ഒരുപാട് അനുഭവിച്ചു. ഇതൊന്നും അറിയാതെ FM കോൺടസ്റ്റിന്റെ പേരിൽ മേനോൻ സാറിന്റെ റിസോർട്ടിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് സാറിനെ വധിക്കാനുള്ള അതിബൃഹത്തായ മാസ്റ്റർ പ്ലാനിന്റെ ഉപജ്ഞാതാവായ ക്രിസ്റ്റഫർ. ഇത് നിന്റെ പേഴ്സല്ലേ? അല്ല. നിന്റെതാണോ? നിന്റെയോ? എടാ, ഇത് നിന്റെ പേഴ്സല്ലേ? അല്ലേടാ. താങ്ക്സ് ഫോർ ദ ഡ്രിങ്ക്. നിങ്ങൾ പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റേതല്ലേ ഈ പേഴ്സ്, മിസ്റ്റർ ക്രിസ്റ്റഫർ? യെസ്, ഞാനാണ് ക്രിസ്റ്റഫർ. അയാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ റിസോർട്ടിൽ വന്നത്. അച്ഛനെ എനിക്ക് നഷ്ടപ്പെടുത്തിയതിനും അമ്മയുടെ സ്നേഹം കുട്ടിക്കാലത്ത് ഇല്ലാതാക്കിയതിനും ഒക്കെ എനിക്ക് വർഷങ്ങളോളം ഉള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിനായിരുന്നു ഈ ഡ്രാമ. പക്ഷെ വേറെ ആരുടെയോ പ്രതികാരത്തിൽ എല്ലാം തകർന്നു പോയി. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കൂട്ടുനിന്നവരാണ് ജീവയും ഇവളും. അയാളെ മറ്റാരോ ആരും എന്റെ പുറകിലുണ്ട്. നീ മറിയോ? ഇവർക്കൊന്നും സംഭവിച്ചൂടാ. ഇവരെ വെറുതെ വിടണം. എന്റെ അമ്മയെ ജീവൻ നോക്കിക്കോളൂ. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല
അമ്മ അയാൾ സംരക്ഷിക്കുമായിരുന്നു. എല്ലാം തകർന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. തകർന്നതല്ല, തകർത്തതാണ്. മിസ്റ്റർ ക്രിസ്റ്റഫർ എന്ന ഡെന്നിസ് സാർ പിഷാരെടുന്ന നിങ്ങൾ കമ്പനി ലീഗൽ അഡ്വക്കേറ്റോട് വന്നപ്പോഴേ നിന്റെ പകുതി പ്ലാനും കൈവിട്ടു. അപ്രതീക്ഷിതമായ ആ വരവ് നിന്റെ വഴിയിൽ ഒരു തടസ്സമായിരുന്നു. കുടിച്ചു ബോധം പോയ നിങ്ങളിൽ ആരുടെയും ഒരു പേഴ്സ് മേനോൻ സാറിന് കിട്ടി. സാന്ദ്ര മേനോൻ സാറിന്റെ വില്ലയ്ക്ക് മുമ്പിൽ എന്തോ കണ്ട് നിലവിളിച്ചത് ആ പേഴ്സ് എടുക്കാനെത്തിയ നിങ്ങളിൽ ആരെയോ കണ്ടിട്ടാണെന്ന് സാറിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ പേഴ്സ് മൂവർ സംഘത്തിൽ ആരുടേതാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. അത് ഉറപ്പിക്കാനാണ് നിങ്ങളെയും കൊണ്ട് ഫാദർ ഡൊമിനിക്കിനെ കാണാൻ പോയത്. അവിടെ വച്ചാണ് നിങ്ങൾ 3 പേരും അടങ്ങിയ സംഘത്തിൽ നീയാണ് ക്രിസ്റ്റഫർ എന്ന് മേനോൻ സാറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാത്രി രഹസ്യമായി നീ പോയി നിന്റെ അമ്മയെ കണ്ട കാര്യം ഫാദർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ആരാ അവിടെ? അത് ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് സാർ എന്നെ വിളിച്ചു വരുത്തിയതും എന്റെ ആൾക്കാർ പിഷാരടി അങ്ങ് പൊക്കിയതും. വർഷങ്ങളോളം മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതികാരത്തിന്റെ പരിസമാപ്തിയിലാണ് ഞാൻ. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ഞാൻ വരും. നീ ശീഘ്രം ഇങ്ങ വരണം, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വഷളാവും. ആമാ. എന്നിട്ട് നിങ്ങൾക്കയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കയാളെ കൊല്ലാനും കഴിഞ്ഞില്ല. ഇപ്പോൾ അതിന്റെ വേദന എനിക്കില്ല. കാരണം ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതെല്ലാം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. എന്റെ അമ്മയെ സംരക്ഷണത്തിന് വേണ്ടി, തെറ്റുകൾ ഏറ്റുപറഞ്ഞതിന് വേണ്ടി. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം അയാൾക്ക് ശിക്ഷ കിട്ടി. എന്നെപ്പോൾ ഒരുപാട് ശത്രുക്കൾ അയാൾക്ക് ഇനിയും കാണും. സാറിന് പറ്റുമെങ്കിൽ ജഡ്ജിയുടെ കൊലപാതകയെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ കുറ്റം എന്റെ തല കെട്ടിവെക്ക്. ഞാൻ അനുഭവിച്ചു തീർത്തോളാം. ഞാൻ അനുഭവിച്ചു തീർത്തോളാം. ജമാൽ സാർ, ഹലോ, നിനക്ക് കാണണോ മേനോൻ സാറിന്റെ കൊലപാതകയെ? ഞാൻ ചെയ്ത തെറ്റിന് നിനക്ക് ഇനിയും എന്നെ ശിക്ഷിക്കാം. പക്ഷേ അതിന് ദൈവം എൻ്റെ ഭാര്യയുടെയും പിറക്കാതെ പോയ കുഞ്ഞിൻ്റെയും ജീവനെടുത്തു. എല്ലാത്തിനും ഇന്നും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെയും നിന്റെ അമ്മയെയും ഞാൻ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ എനിക്ക് ജാൻസിയെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഇപ്പൊ പറയുന്നു, എല്ലാത്തിനും മാപ്പ്. എല്ലാം ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ എന്റെ ജീവിതത്തിലെ ബാക്കിയുള്ള കുറ്റബോധം കൂടി മാറിക്കിട്ടും. ഇപ്പോൾ എന്റെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അവകാശി നീയാണ്. നിങ്ങളെ ഞാൻ തെറ്റു പറയില്ല. ഇവന് സഹായിയായിരുന്നല്ലോ നിങ്ങൾ. ഞാൻ പോയി എന്ന് കരുതിയല്ലേ? സാർ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾക്കെല്ലാം സാറാണ്. ആ, ഈ ഗസ്റ്റുകളെ ഇനിയെങ്കിലും പറഞ്ഞു വിട്ടൂടെ? നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്.
ഇവരെ മൂന്നുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി. താനത് മറന്നേക്ക്. ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടന്നിട്ടേ ഇല്ല. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ സോ ജമാൽ എല്ലാവരും പറഞ്ഞോട്ടേക്കും. എല്ലാരും പിരിഞ്ഞു പോണം. മോനെ ഇനിയാണ് നമ്മൾ കൂടുന്നത് ഒരു കുപ്പിയും സെലിബ്രേഷനും ഒക്കെ ആയിട്ട്. മിണ്ടാതിരിയടോ. നമ്മൾ എന്ന് റെഡിയാണ് സാർ. പക്ഷെ ചിലരുടെ മാരേജ് സെലിബ്രേഷൻ ആയിരിക്കും. അതെ, നമ്മുടെ റിസോർട്ടിൽ ഇവര് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടേ അവസാനം മാരേജ് പറയാൻ കൊടുത്തു. നീ ആരുടെങ്കിലും കൂടെ പോയാല് എന്റെ മോൾ അങ്ങനെയൊന്നും പോകും. നീ ആ പാട്ടൊന്ന് പാടി. സാർ ഞാൻ ട്യൂൺ ചെയ്ത പാട്ടാണ്. എന്നാ പിടിച്ചോ. ബസ്സിന്റെ ഹോണടിയാ കേൾക്കുമ്പോ പച്ചരിയാ അടുപ്പത്താണ്ടേ